ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നല്ല പൂ പോലെയുള്ള ഇഡ്ലീൻ്റെ റെസിപ്പിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതെൻ്റെ ഉമ്മ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. ഇഡ്ലി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന പോലെ ഒരുവിധം എല്ലാവരും ഒരേ രീതിക്കാണ് ഉണ്ടാക്കുന്നുണ്ടാവുക. അപ്പം ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇതുവരെ ഇഡ്ലി ശരിയായിട്ടില്ലെങ്കിൽ എന്തായാലും ഇത്തവണ ശരിയാവും. അതേപോലെ തന്നെ നമുക്ക് ദോശ ഉണ്ടാക്കാനും ഈ സെയിം മാവ് തന്നെ മതിയാവും. അപ്പം വളരെ സിമ്പിളായിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പം അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള നല്ല റെസിപ്പീസ് വരുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുള്ളൂ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ പച്ചരിയും ഉഴുന്നും ഒന്ന് കുതിർത്ത് വെക്കണം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് പച്ചരിയാണ് എടുക്കുന്നത്. അത് നമ്മൾ പിന്നെ കഴുകിയെടുത്താൽ മതി. ആദ്യം തന്നെ നമുക്കൊന്ന് കുതിർത്തി വെക്കുക. കുറച്ചധികം വെള്ളം ഒഴിച്ച് കുതിർത്തണം. 4 മണിക്കൂർ 5 മണിക്കൂർ ഒന്ന് കുതിർത്തി എടുക്കുക. ഞാൻ സാധാരണ ചെയ്യാറുള്ളത് ആദ്യത്തെ ദിവസം ഇത് വെച്ച് ഇഡ്ഡലി ഉണ്ടാക്കും, പിറ്റേന്ന് മുതൽ ഞാൻ ദോശയാണ് ഉണ്ടാക്കുക. അപ്പോൾ അങ്ങനെ ചെയ്താലും മതിയാവും. കാരണം ദോശയ്ക്ക് ഒരു ചെറിയ പുളിപ്പുള്ളതാണ്, നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇനി നമുക്ക് ഉഴുന്ന് കുതിർത്ത് വെക്കുക. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ഉഴുന്നാണ് എടുക്കുന്നത്. 2 കപ്പ് പച്ചരിക്ക് 1 കപ്പ് ഉഴുന്ന് എടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ 1 ടേബിൾ സ്പൂൺ ഉലുവയും കൂടെ ചേർക്കുന്നുണ്ട്. ഉലുവ ചേർക്കാൻ നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർത്തി വെക്കുക. രണ്ടും വേറെ വേറെ തന്നെ കുതിർത്തി വെക്കാൻ നോക്കുക. ഒരു 4-5 മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. അതിനുശേഷം നമുക്കിത് വേറെ വേറെ തന്നെ അരച്ചെടുക്കാനുണ്ട്. അപ്പോൾ മിക്സിയുടെ ജാറ് വലുപ്പമുള്ളതാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് തന്നെ അരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് ഒരുമിച്ച് തന്നെയാണ് അരച്ചെടുക്കാൻ പോകുന്നത്. ഞാനിതിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഞാൻ 2 കപ്പ് അരിക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് അരച്ചെടുത്താലും മതിയാവും. നന്നായിട്ട് അരച്ചെടുക്കാൻ നോക്കുക. അപ്പോൾ അരച്ചതിന് ശേഷം ഇതൊരു വലിയ ബൗളിനകത്തോട്ട് മാറ്റുന്നുണ്ട്. കാരണം നമ്മളിത് പൊങ്ങാൻ വെക്കുന്നത് ഈ പാത്രത്തിൽ തന്നെയാണ്. അപ്പോൾ കുറച്ച് വലിയൊരു ബൗൾ എടുക്കാൻ നോക്കുക. അപ്പോൾ ഞാനിത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഏകദേശ രൂപം എന്ന് പറയുന്നത്. ഒരുപാട് കട്ടിയല്ല, എന്നാൽ ഒത്തിരി അങ്ങോട്ട് ലൂസും അല്ല. ഇത്രയും കട്ടി മതി. ഇനി നമുക്ക് അതേ മിക്സിക്കകത്തോട്ട് തന്നെ ഉഴുന്നും ഒന്ന് അരച്ചെടുക്കുക. ഉഴുന്ന് ഞാൻ 2 തവണയായിട്ട് അരച്ചെടുക്കുന്നത്, കാരണം അരഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് 2 തവണയായിട്ടാണ് അരച്ചെടുക്കുന്നത്. ഞാൻ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം അതിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, എന്നിട്ടൊന്ന് അരച്ചെടുക്കും. അപ്പം മൊത്തത്തിൽ ഞാൻ ഏകദേശം 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് മുഴുവനായിട്ട് എടുത്തിട്ടില്ല. 1 സ്പൂണൊക്കെ വെള്ളം കുറവുണ്ടാവും, അത്രേ ഉണ്ടാവുള്ളൂ. നന്നായിട്ട് ഉഴുന്ന് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉഴുന്ന് അരക്കുമ്പോഴാണെങ്കിൽ കുറച്ചായിട്ട് വെള്ളം ചേർത്ത് അരച്ചെടുക്കുക. അത് ഞാനിതേ നമ്മുടെ അരിക്കകത്തോട്ട് തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതേ മിക്സിക്കകത്തോട്ട് തന്നെ 1 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ചോറിന് ഞാൻ 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് മുഴുവനായിട്ട് ഒഴിച്ചിട്ട് നല്ലപോലെ അരച്ചെടുക്കാൻ പോവാണ്. നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതേ മാവ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുന്നതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുവിധം എല്ലാവർക്കും അറിയുണ്ടാവും, കൈ വെച്ച് തന്നെ മിക്സ് ചെയ്യുക. അപ്പോഴാണ് നല്ല പോലെ ഇത് പുളിച്ച് വരുന്നത്. ഫെർമെൻറ്റേഷൻ നടക്കണമെങ്കിൽ കൈ വെച്ച് മിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. നല്ല പോലെ ഒന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടിച്ചെടുക്കുക. അപ്പം നല്ല പോലെ ഇതിനകത്ത് എയർ കയറും. അപ്പോഴാണ് ഇത് നല്ലപോലെ പൊങ്ങി വരിക. ഞാനിത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ അറിയുന്നവർ ഒന്ന് ക്ഷമിക്കുക, സ്കിപ്പ് ചെയ്ത് പോക്കോളൂ, കുഴപ്പമില്ല. അപ്പോൾ നല്ല പോലെ ഇത് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. മുഴുവൻ ഉപ്പിട്ട് കൊടുക്കണമെന്നില്ല, കുറച്ചെങ്കിലും ഉപ്പിട്ട് കൊടുക്കുക. കാരണം ഉപ്പിട്ട് കഴിഞ്ഞാൽ നമ്മുടെ മാവ് പെട്ടെന്ന് പുളിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാനിത് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്നും കൂടി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കും. ഇനി നമുക്ക് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഉപ്പ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം, ചുടുന്ന സമയത്ത് കുറച്ച് ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി, കാരണം നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുള്ളതാണ്.
അപ്പോൾ ദേ ഇതാണ് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷമുള്ള രൂപം. ഒരുപാട് കട്ടിയല്ല, ഒരുപാട് ലൂസും ആവാനും പാടില്ല. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ സൈഡ് നല്ല പോലെ ഒന്ന് തുടച്ചു കൊടുക്കുക. മാവൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ച് ഒന്ന് തുടച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോഴാണ് പുളിക്കാൻ കുറച്ചുകൂടെ ചാൻസ് കൂടുതൽ. ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെക്കാം. ചൂടുള്ള സ്ഥലമാണെങ്കിൽ നമ്മൾ രാത്രി വെക്കുമ്പോൾ നല്ല പോലെ പൊങ്ങും. തണുപ്പുള്ളതാണെങ്കിൽ നിങ്ങളൊന്ന് ഓവനകത്ത് വാമാക്കിയിട്ട് വെച്ചാൽ മതി ചെറിയ രീതിക്ക്. അപ്പം ഞാനിത് രാത്രി മൊത്തം അടച്ചു വെച്ചതാണ്. ഒരു 8-9 മണിക്കൂർ മതിയാവും ഏകദേശം. അപ്പോൾ ഇത് നല്ല പോലെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ക്രീം മാതിരി ആയിട്ടാണ് ഉള്ളത്, കണ്ടില്ലേ? ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷമാണ് നമ്മൾ ചുടുന്നത്. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. നല്ല പോലെ എയറൊക്കെ കയറിയിട്ടുണ്ട്, നിങ്ങൾക്കത് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും. ഇനി നമുക്ക് ഈ സമയം കൊണ്ട് ഇഡ്ഡലി ചെമ്പ് ഒന്ന് ചൂടാവാൻ വേണ്ടി വെക്കാം. വെള്ളം ഒഴിച്ച് ഒന്ന് ചൂടാവാൻ വെക്കണം. ഒന്ന് ചെറുതായിട്ടൊന്ന് ആവി വരണം പുറത്തോട്ട്. അതിനുശേഷമാണ് നമ്മൾ ഇതിനകത്തോട്ട് ഇഡ്ഡലി മാവ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഒന്ന് എല്ലായിടും ഒന്ന് എണ്ണ തൂവി കൊടുക്കുക. പെട്ടെന്ന് നമുക്ക് ഇളക്കിയെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേ ഇത് കൂടെ ആവി പുറത്ത് വരാൻ തുടങ്ങി. ഇനി തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റുക. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് മാവ് ഒഴിച്ചു കൊടുക്കുക. ഒരുപാടങ്ങ് നിറഞ്ഞൊഴുകുന്ന രീതിക്ക് ഒഴിക്കണ്ട. അതൊന്ന് ഏകദേശം ആ ഒരു ലെവലിൽ തന്നെ ഒഴിച്ചാൽ മതിയാവും. ഇനി നമ്മൾ ഇത് അടച്ചു വെച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം പിന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് പിന്നെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇനി ഇത് ഞാൻ അടച്ചു വെക്കുന്നുണ്ട്. എൻ്റെതൊരു പഴയ ഇഡ്ഡലി ചെമ്പാണ്. അപ്പോൾ അതേ നമ്മുടെ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പിന്നെ ഒരു 5-10 മിനിറ്റ് ആണ് വെച്ചിട്ടുള്ളത്. അത് ഫ്ലെയിമിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇച്ചിരി വ്യത്യാസം വരും. നമ്മളിത് തുറന്നിട്ട് തൊടുന്ന സമയത്ത് മേലെ ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കുന്ന മാതിരി തോന്നും. പക്ഷെ അത് ചൂടാറുമ്പോൾ റെഡി ആയിക്കോളും. നല്ല പോലെ ചൂടാറിയതിന് ശേഷം ഇഡ്ഡലി എടുക്കാൻ നോക്കുക. അപ്പോൾ ബാക്കിയുള്ളത് ഇതേപോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ അതേ നമ്മുടെ ഇഡ്ഡലിയൊക്കെ ചൂടാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് സ്പൂൺ ഒന്ന് നനച്ചിട്ട് ഒന്ന് ഇളക്കിയെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ വെള്ളം ഒന്ന് മേളിൽ കൂടെ സ്പ്രിങ്കിൾ ചെയ്ത് വെച്ചാൽ മതി. ചൂടുള്ള സമയത്ത് തന്നെ ഒന്ന് കുടഞ്ഞ് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെയായിട്ട് സക്സസ് ആവാത്തവർ ഒന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ മറ്റ് അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.